കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന കോൾ നിലങ്ങളുടെ വികസനത്തിനായി തയ്യാറാക്കിയ സമഗ്ര കോൾ വികസന പദ്ധതിയാണ് വർഷം 4 കഴിഞ്ഞിട്ടും നടപ്പിലാകാത്തത്. തൃശൂർ ജില്ലയിൽ 30,000 ഏക്കറും മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ 10,000 ഏക്കറും കോൾ നിലങ്ങളുണ്ട്. ഇവയുടെ സംരക്ഷണത്തിനും നെല്ലുൽപാദനം ഗണ്യമായി വർദ്ധിപ്പിക്കുന്നതിനുമായാണ് സമഗ്ര കോൾ വികസന പദ്ധതി തയ്യാറാക്കിയത്. ഇതിനായി കർഷകർ, കൃഷിശാസ്ത്രജ്ഞർ, കോൾ കർഷക സംഘം ഭാരവാഹികൾ എന്നിവരെ ഉൾപ്പെടുത്തി സമഗ്രമായി കമ്മിറ്റി രൂപീകരിക്കുകയും വിശദമായ പഠനത്തിന് ശേഷം 799 കോടി രൂപയുടെ പദ്ധതി കേന്ദ്ര സർക്കാരിൽ സമർപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഇത് കേന്ദ്ര സർക്കാർ 440 കോടിയാക്കി വെട്ടിച്ചുരുക്കി അംഗീകാരം നൽകി. തുടർന്ന് തൃശൂർ പൊന്നാനി സമഗ്ര കോൾ വികസനത്തിനുള്ള ഓഫീസ് തൃശൂരിൽ തുറക്കുകയും PC ചാക്കോ MP ചെയർമാനും തൃശൂർ ജില്ലാ കളക്ടർ അടക്കമുള്ളവർ അംഗങ്ങളുമായുള്ള പുതിയ കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു. 440 കോടിയുടെ പദ്ധതിയിൽ 300 കോടി രൂപ നബാർഡും 140 കോടി രൂപ രാഷ്ട്രീയ കൃഷി വികാസ് യോജന വഴിയും അനുവദിക്കും. ഇത് കമ്മിറ്റി വഴി ചെലവഴിക്കുമെന്നായിരുന്നു തീരുമാനം. എന്നാൽ വർഷം 4 കഴിഞ്ഞിട്ടും പദ്ധതിയിൽ നയാ പൈസ പോലും കർഷകർക്ക് ലഭിച്ചിട്ടില്ല. മാത്രവുമല്ല, പദ്ധതി നടപ്പിലാകുമെന്ന പേരിൽ സാമാന്യ ആനുകൂല്യങ്ങൾ പോലും കർഷകർക്ക് നിഷേധിക്കപ്പെടുകയാണ്. ഇത് കേവലം കൃഷിക്കാർക്കും ജനപ്രതിനിധികൾക്കും നേർക്ക് നേരെ അത് കൃത്യമായി അവലോകനം ചെയ്ത് നടപ്പിലാക്കുവാൻ ലഭ്യമായിരുന്ന അധികാരങ്ങൾ കവർന്നെടുത്തുകൊണ്ടാണ് ഈ നിലയിലുള്ള ഒരു ഗൂഢമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. PC ചാക്കോ അധ്യക്ഷനായ കമ്മിറ്റി ഓരോ മാസവും യോഗം ചേരണമെങ്കിലും 7 മാസമായി യോഗം നടക്കാത്തതിനാൽ സമിതി PC ചാക്കോ ഇല്ലാതെ കളക്ടറേറ്റിൽ യോഗം ചേർന്ന് പ്രതിഷേധിച്ചിരുന്നു. കോൾ വികസനത്തിനായുള്ള പദ്ധതി ഈ വർഷം വീണ്ടും പുതുക്കി അടിസ്ഥാന വികസനങ്ങൾക്കായി 123.52 കോടിയും മറ്റു വികസനത്തിന് 53.46 കോടിയും അനുവദിച്ചു. എന്നാൽ നേരത്തെ രൂപീകരിച്ച കോൾ വികസന സമിതിയെ ഒഴിവാക്കി കൃഷി വകുപ്പിലൂടെയാണ് ഫണ്ട് 3 വർഷം കൊണ്ട് അനുവദിക്കുക. ഈ മാസമെങ്കിലും ടെൻഡർ നടപടി പൂർത്തിയാക്കി പണികൾ ആരംഭിച്ചില്ലെങ്കിൽ അനുവദിച്ച തുക കൊണ്ട് പണി തീർക്കാനുമാകില്ല. അങ്ങനെ വന്നാൽ പദ്ധതി പാതി വഴിയിൽ നിർത്തേണ്ടിയും വരും. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, തൃശൂർ.